السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷരെ, നേതാക്കളെ, KNM, ISM, MSM, MGM ഭാരവാഹികളെ, പ്രവർത്തകരെ, ശ്രോതാക്കളെ, പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയുള്ള മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീകളായി ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഒരു അതിഥി കണക്കെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇന്ന് ശഅബാൻ 5 ആയി, 5-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം പോലെ തന്നെ അത്ര കണ്ടില്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ആ മാസത്തിന് ഒരുപാട് ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന കളരിയായി പണ്ഡിതന്മാർ ശഅബാൻ മാസത്തെ വിലയിരുത്തിയിട്ടുണ്ട്. മടിയില്ലാതെ, ആലസ്യങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ മനസ്സ് ഏകാഗ്രമാക്കി ആ മാസത്തിലേക്ക്, റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ശഅബാൻ നമുക്കൊരു കാരണമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശഅബാൻ മാസത്തിൽ താങ്കൾ സുന്നത്ത് നോമ്പ് നോക്കുന്നത്ര ഒരു മാസത്തിലും നോക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞത്, ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അശ്രദ്ധയിലായി പോകാനുള്ള ഒരു മാസമാണ്. കാരണം അത് റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വരുന്ന മാസമാണ്. റജബിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ റജബ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, പരിപാവനമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട മാസമാണ്. റമദാനാണെങ്കിലോ വിശുദ്ധ റമദാനുമാണ്. അപ്പൊ ഈ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ വരുന്ന മാസമായതുകൊണ്ട് ആളുകൾ അശ്രദ്ധയിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശഅബാനിൽ നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യണം, സുന്നത്ത് നോമ്പ് നോൽക്കണം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശഅബാനിൽ ഇപ്പോൾ മുതൽ നമ്മൾ ആരംഭിക്കാൻ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ നമ്മുടെ ഖുർആൻ പാരായണവും സുന്നത്ത് നോമ്പും ഒക്കെ നോറ്റ് നമ്മൾ ആരംഭിക്കുമ്പോഴാണ് പരിശുദ്ധ റമദാനിലേക്ക് ഒരു ഭക്തി പുരസ്സരം നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടുള്ള ആളുകൾ, മുൻകാലക്കാരായ സലഫുസ് സ്വാലിഹീങ്ങളും അതുപോലെ സ്വാലിഹീങ്ങളുമായ ആളുകൾ, മുത്തഖീങ്ങളായ ആളുകൾ വെട്ടിത്തെളിച്ചു തന്ന മാർഗത്തിൽ നമുക്കങ്ങനെ ജീവിച്ചു പോയാൽ മതി. നമുക്ക് വലിയ പ്രയാസങ്ങളില്ല, നമുക്ക് യുദ്ധം ചെയ്യണ്ട, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഈ നോമ്പ് നിർബന്ധമാക്കുന്ന സാഹചര്യം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ആ ചരിത്രം വളരെ സംഭവബഹുലമായ ഒരു ചരിത്രമാണ്. അതായത് റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധം ചെയ്യാനുള്ള നിർബന്ധമായ ആയത്തിറങ്ങിയത്. ശഅബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ആ ചരിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന പശ്ചാത്തലം AD 622 ഒരു സഫർ മാസം 27-ാം തീയതിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. സഫർ മാസം 29-ന് 27-ന് നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. 3 ദിവസം പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടി. അവിടെ നിന്ന് പിന്നെ റബീഉൽ അവ്വൽ 1-നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പുറപ്പെടുന്നത്. സൗർ ഗുഹയിൽ നിന്ന് റബീഉൽ അവ്വൽ 1-നാണ് പുറപ്പെടുന്നത്.
റബീഉൽ അവ്വൽ 12-നാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേരുന്നത്. ആ ചരിത്രം നമ്മൾ കുറച്ച് മനസ്സിലാക്കി വെക്കണം. എല്ലാവരും അവനവന്റെ ശ്രദ്ധ ഒന്നും ഇങ്ങോട്ട് ക്ഷണിക്കുകയല്ലാതെ ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കിയാൽ കുറെ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്തായി ജീവിതം കൊണ്ടുള്ള പ്രയോജനം, ഇത് മനസ്സിലാക്കാൻ ഒരല്പം ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രിസ്താബ്ദം 622 സഫർ മാസം 27-ാം തീയതി മക്കയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പുറപ്പെടുന്നു മദീനയിലേക്ക്. 3 ദിവസം നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ 4-ാം ദിവസം, അതായത് റബീഉൽ അവ്വൽ 1-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കൂടി സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുക. റബീഉൽ അവ്വൽ 12-നാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചേരുന്നത്. എത്തിച്ചേർന്ന ഉടനെ പ്രവാചകൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് 380 കിലോമീറ്റർ താണ്ടി വരുന്ന ഈ സമൂഹത്തെ, മുഹാജിറുകൾ എന്ന സമൂഹത്തെ അൻസാരികൾക്ക് മുമ്പിൽ ആ അൻസാരികൾ കയ്യും മെയ്യും മറന്ന് സ്വന്തം ശരീരങ്ങളെ പോലെ സൂക്ഷിക്കണം, സ്വന്തം ശരീരങ്ങളെ പോലെ ഉൾക്കൊള്ളണം. ഈ നാളെ മുതൽ നീ വിദേശിയാണ്, ഞാൻ സ്വദേശിയാണ് എന്നൊരു ഭിന്നിപ്പ് അവർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ പരാജയമായിരിക്കും ആ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് മുഹാജിറുകളുടെയും അൻസാരികളുടെയും ഇടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. പ്രവാചകൻ മദീനയിൽ കാല് കുത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി അതാണ്. അതോടൊപ്പം തന്നെ മസ്ജിദുൻ നബവിയുടെ പ്രവർത്തനം ആരംഭിച്ചു. മസ്ജിദുൻ നബവി 40 ദിവസം കൊണ്ട് പ്രവാചകനും സ്വഹാബത്തും പണിതു തീർത്തു. 40 ദിവസം കൊണ്ട് മദീന പള്ളി പണിതു. മുസ്ലിമീങ്ങൾക്ക് ഒരു സൂക്ക് വേണം, ഒരു അങ്ങാടി വേണം. അങ്ങനെ ഒരു അങ്ങാടി ഉണ്ടാക്കി ആ അങ്ങാടിക്ക് ആവശ്യമായ എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു. ഹിജ്റ വന്ന് മദീനയിൽ കാലുകുത്തുന്ന സന്ദർഭത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. സ്വന്തം രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ട, സ്വന്തം രാജ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഈ മുസ്ലിമീങ്ങൾക്ക്, പീഡിതരായ ഈ മുസ്ലിങ്ങൾക്ക് ഇതാ നാം യുദ്ധത്തിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു. അന്ന് യുദ്ധത്തിനുള്ള അനുവാദം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നമ്മൾ നോക്കണം, ഹിജ്റയുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. ഹിജ്റ ചെയ്തു വന്ന 380 കിലോമീറ്റർ താണ്ടി വന്ന് നടന്നും ഒട്ടകപ്പുറത്തും കയറി 12 ദിവസം കൊണ്ട് മദീനയിൽ എത്തിയിട്ട് അവർക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള സമയമില്ല. പള്ളി പണിതു, അങ്ങാടി പണിതു. അതാ യുദ്ധത്തിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ യുദ്ധത്തിന് അനുമതി ലഭിച്ചതോടെ 8ഓളം സരീയകളെ, അഥവാ മദീനയെയും മക്കയെയും വീക്ഷിക്കാനും മനസ്സിലാക്കാനും, മക്കയിലേക്കുള്ള പ്രവേശന കവാടം ഏതെല്ലാം രൂപത്തിൽ മക്കയിലേക്ക് പ്രവേശിക്കാമെന്നും അന്വേഷിച്ച് മനസ്സിലാക്കാനും, ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 സരീയകളെ, അഥവാ യുദ്ധത്തിന് സമാനമായ സംഘങ്ങളെ പ്രവാചകൻ പല സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ആ സരിയകളിൽ ശ്രദ്ധേയമായ 2 സരിയകൾ പ്രവാചകനാണ് നേതൃത്വം കൊടുത്തത്. ഒന്ന് ഗസ്വത്തുൽ അബ്വാ എന്നും മറ്റൊന്ന് ഗസ്വത്തുൽ ബുവാത്ത് എന്നുമാണ് ചരിത്രത്തിൽ ആ 2 സരിയകളെ അറിയപ്പെടുന്നത്. പ്രവാചകൻ നേരിട്ടാണ് ആ 2 സരിയകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ ഗസ്വത്തുൽ ബുവാത്ത് എന്ന യുദ്ധം ഉണ്ടായില്ല. പക്ഷേ ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി പുറപ്പെടുമ്പോ ശത്രുപക്ഷത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ നേതൃത്വത്തിലുള്ള 100ഓളം വരുന്ന യോദ്ധാക്കളെയാണ് കണ്ടുമുട്ടാൻ സാധിച്ചത്. അന്ന് 2500 ഒട്ടകങ്ങളെയുമായി ഉമയ്യത്ത് ബിൻ ഖലഫ് ഒരു കച്ചവട സംഘത്തെ നയിക്കുന്ന കാഴ്ചയാണ് പ്രവാചകന് ബുവാത്ത് താഴ്വരയിൽ കാണാൻ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുവാത്തിൽ കുറച്ച് ദിവസം തങ്ങി. അന്ന് പട്ടിണിയാണ് സഹോദരന്മാരെ, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അവർ പിരിച്ചു തന്ന ആദർശത്തിന്റെ ആ ശീതളഛായയിൽ മയങ്ങി ഉറങ്ങി സുഖിച്ച് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ആദർശം നമ്മുടെ കൈകളിലെത്തിയത്? ഒരു മുസ്ലിമായി, ഒരു മുസ്ലിമത്തായി എങ്ങനെയാണ് ജീവിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ സൗഭാഗ്യമുണ്ടായത്? ആരും നമ്മളെ കൊന്നില്ല, ആരും നമ്മളെ ബൽസിച്ചില്ല, ആരും നമ്മളെ പരിഹസിച്ചില്ല, ആരും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. നമ്മുടെ സ്വന്തം ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കണം, എങ്ങനെയാണ് ആ ആദർശം നമ്മുടെ കൈകളിൽ വന്നത് എന്ന്. ബുവാത്തു താഴ്വരയിൽ വെള്ളമില്ല, ഭക്ഷണമില്ല. ചരിത്രം രേഖപ്പെടുത്തുന്ന ബുഖാരിയുടെ ഹദീസിലും മുസ്ലിമിന്റെ ഹദീസിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സ്വഹാബത്തിന് വിതരണം ചെയ്തത് ഓരോ ഈത്തപ്പഴമാണ്. ഒരു ദിവസത്തേക്ക് ഒരു ഈത്തപ്പഴം. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ആ ഈത്തപ്പഴം അവർ വായിലിട്ടൊന്ന് ഈമ്പും, എന്നിട്ട് വസ്ത്രത്തിന്റെ കോന്തലയിൽ കെട്ടിവെക്കും. കാരണം അന്ന് വൈകുന്നേരം വരെ അവർക്ക് ഭക്ഷണം ആ ഒരു ഈത്തപ്പഴം മാത്രമാണ്.
ആ ഒരു ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് ബുവാത്ത് താഴ്വരയിൽ ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി നബിയും സഹാബത്തും ചെയ്ത ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സുഖിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നമ്മൾ മയങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 സരിയകളെയും പ്രവാചകൻ അയച്ചു. അങ്ങനെ ബുവാത്ത് താഴ്വരയിലെ യുദ്ധവും അതുപോലെ തന്നെ ഒരുപാട് സരിയകളെ നിയോഗിച്ചു. അവസാനം അതാ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സരിയയെ നിയോഗിച്ചു. ആ സരിയയിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി, ഷഹീദാവുകയുണ്ടായി. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിതാലു. മനസ്സിലാക്കണം, ആദ്യം യുദ്ധമാണ്, ആദ്യം അനുവാദം നൽകിയത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. രണ്ടാമത് റജബ് മാസത്തിൽ ഇറങ്ങുന്ന ആയത്ത്, റജബ് മാസത്തിന്റെ അവസാന ഭാഗത്താണ്, അവസാന ദിവസങ്ങളിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിതാലു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്താണ് രണ്ടാമത് വരുന്ന ഓർഡർ. ഹിജ്റയുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല, രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിട്ടേയുള്ളൂ. ഒരു റബീഉൽ അവൽ മദീനയിൽ കാലുകുത്തിയ പ്രവാചകൻ അടുത്ത റബീഉൽ അവൽ കഴിഞ്ഞ് റബീഉൽ അവൽ കഴിഞ്ഞ് അങ്ങനെ ജമാദുൽ ഉഖ്റ കഴിഞ്ഞ റജബിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും അതാ യുദ്ധത്തിനുള്ള അനുമതി മാത്രമല്ല, കുതിബ അലൈക്കുമുൽ ഖിതാലു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. ആ ആയത്ത് അവതരിച്ചത് മുതൽക്കാണ് ബദർ യുദ്ധത്തിലേക്കുള്ള പടപ്പുറപ്പാട് നടക്കുന്നത്, ബദർ യുദ്ധത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ആ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ റജബ് മാസം കഴിഞ്ഞു. തൊട്ടടുത്ത ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ അടുത്ത ഓർഡർ വരികയായി. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്കിതാ വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഈ വരുന്ന റമളാനിൽ. അതായത് ശഅബാൻ മാസത്തിലാണ് ആയത്ത് അവതരിക്കുന്നത്. ഈ വരുന്ന റമളാനിൽ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നോക്കണം, വെള്ളമില്ല, ഭക്ഷണമില്ല. ബുവാത്ത് താഴ്വരയിൽ വെള്ളം കിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് പരാതി പറഞ്ഞപ്പോ, നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലാണ് വെള്ളം അല്പമെങ്കിലും ഉള്ളത് എന്ന് പ്രവാചകൻ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, എന്റെ കയ്യിൽ അല്പം വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നു. പ്രവാചകൻ ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അവിടെ ഉണ്ടായി. പ്രവാചകൻ തന്റെ കൈവിരലുകൾ അതിൽ മുക്കിയപ്പോഴേക്കും ആ സ്വഹാബത്തിന് മുഴുവനും കുടിക്കാനുള്ള വെള്ളം വന്ന് ലഭിച്ചു. ഇത്രത്തോളം പ്രയാസപ്പെടേണ്ടി വന്ന്, ഇത്രത്തോളം പ്രയാസത്തിൽ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സമുദായം, തുല്യമായ ഒരു സമുദായം നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ സമയം യുദ്ധവും ഒരേ സമയം തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു സമുദായം. അങ്ങനെ ശഅബാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അങ്ങനെ റമളാൻ മാസത്തിന്റെ ആദ്യത്തിൽ റമളാൻ 1 അവർക്ക് നോമ്പാണ്. നോമ്പിന്റെ എല്ലാ വിധിവിലക്കുകളും ഇറങ്ങിക്കഴിഞ്ഞു. വ്രതമനുഷ്ഠിക്കുകയാണ് മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പ്രവാചകൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തുടങ്ങി വെച്ച സരീയകളെ അപ്പോഴും പ്രവാചകൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സരീയകളിൽ ഒന്ന് പ്രവാചകന് വിവരം കൊടുത്തു. ഇതാ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മദീനയിലേക്ക്, മക്കയിലേക്ക് മടങ്ങിപ്പോകാൻ മദീന വഴി വരുന്നുണ്ട്. ആ വിവരം കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽക്ഷണം ആ വിവരം കിട്ടുമ്പോഴേക്ക് റമളാൻ 12 ആയിട്ടുണ്ട്. റമളാൻ 12 ദിവസം മദീനയിൽ വെച്ചവർ നോമ്പ് നോറ്റ് 12ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉറപ്പെട്ടുകൊള്ളുക, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം വരുന്നുണ്ട്. അവരെ നമുക്ക് പാഠം പഠിപ്പിക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം മുസ്ലിമീങ്ങൾ ആരാണെന്ന്. മുസ്ലിമീങ്ങൾ ശക്തരായിട്ടുണ്ട്, ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാകണം. അതിന് നമ്മൾ പുറപ്പെടണം. ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയല്ല പ്രവാചകൻ എന്ന് പുറപ്പെടുന്നത്, ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രമാണ്, അവർക്കൊരു താക്കീത് നൽകാൻ വേണ്ടി മാത്രമാണ് നബിയും സഹാബത്തും പുറപ്പെടുന്നത്. 3 ദിവസം യാത്ര ചെയ്തു വന്നു. ആ 3 ദിവസവും നോമ്പാണ് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ആ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമളാൻ 1 നോമ്പ് തുടങ്ങി, റമളാൻ 12 അവർ പുറപ്പെടാണ്. ആദ്യത്തെ നോമ്പാണ് മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലെ ആദ്യത്തെ റമളാൻ. 1-ാം തീയതി അവർ പുറപ്പെട്ടു, 12-ാം തീയതി അവർ പുറപ്പെട്ടു. റമളാൻ മാസം 12 അവർ പുറപ്പെട്ടു. വഴിക്ക് വെച്ച് പ്രവാചകൻ പറഞ്ഞു, നമ്മൾ വലിയ ഒരു സംഘത്തെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ അവരൊരു സംഘട്ടനം ഉണ്ടായേക്കാം, ചിലപ്പോൾ നമുക്കൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നോമ്പ് നിങ്ങൾക്ക് മുറിക്കുന്നതിന് വിരോധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര തുടങ്ങി 1-ാമത്തെ ഘട്ടത്തിൽ വിശ്രമിക്കുന്ന ഘട്ടത്തിലാണെന്ന് പറയുന്നത്.
അവിടെ വെച്ച് ദുർബലരായ കുറച്ചാളുകൾ നോമ്പ് ഒഴിവാക്കിയുള്ളൂ. അപ്പോഴും ബാക്കി സഹാബത്തിന് നോമ്പാണ്, റമളാൻ മാസത്തിലെ നോമ്പാണ്. വീണ്ടും അവർ യാത്ര തുറന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു പോയിന്റിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രയാസമുണ്ടോ, നോമ്പ് നോക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം, നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധ സ്വരത്തിൽ പറഞ്ഞില്ല. അപ്പോഴും നോമ്പ് പിടിച്ച സഹാബത്തുണ്ട്. അവിടുന്ന് വീണ്ടും യാത്ര ചെയ്തു, ബദറിൽ ഇറങ്ങി. നമ്മൾ ബദറിലെ 1000-ഓളം വരുന്ന സൈന്യത്തെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് നാളെ എന്ന് മനസ്സിലാക്കിയ ആ റമളാൻ 17 രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതമായപ്പോ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നാരും നോമ്പ് നോൽക്കാൻ പാടില്ല, ഇന്നാരും നോമ്പ് നോൽക്കാൻ പാടില്ല. ഇത് റബ്ബിന്റെ നിയമമാണ്. യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള നമുക്ക് നോമ്പ് നോൽക്കാനുള്ള ആവതുണ്ടാവുകയില്ല, അതിനുള്ള ശക്തി ഉണ്ടാവുകയില്ല. ആ സന്ദർഭത്തിലാണ് നമ്മൾ നോമ്പ് ഒഴിവാക്കുന്നത്. അപ്പൊ യുദ്ധം, അതുപോലെ തന്നെ ഈ നോമ്പും വ്രതവും ആ ഒരു പരീക്ഷണം നമ്മൾ ആലോചിക്കുക. നമ്മളൊക്കെ ആ വഴിക്ക് കിട്ടുമോ? ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വരാൻ നമുക്ക് മടിയാണ്. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ 10 രൂപ ഇതിലേക്ക് ഒരു സംഭാവന ചെയ്യണം. എത്രായിരം രൂപ നമ്മൾ അനാവശ്യമായ മാർഗത്തിൽ ചെലവഴിച്ച് തീർത്താലും ശരി, ഒരു നല്ല മാർഗത്തിലേക്ക്, ഒരു നല്ല കാര്യത്തിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം, ഒരു 500 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് വൈമനസ്യം പ്രകടിപ്പിക്കുന്ന നമ്മൾ ചിന്തിച്ചു നോക്കണം. സഹാബത്തിന്റെ ആ പ്രയാസം കൊണ്ട ആ നാളുകൾ, ബുദ്ധിമുട്ടി ജീവിച്ച ആ നാളുകൾ. സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ ആ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, കിടന്നുറങ്ങാനുള്ള മാസമല്ലാതെ, വിശ്രമിക്കാനുള്ള മാസമല്ലാതെ, രാത്രി മൂക്കറ്റ തിന്നുകൊണ്ട് സുബഹി നമസ്കാരം പോലും മുടക്കി വീട്ടിൽ സുഖമായി എസിയുടെ തണലിൽ, എസിയുടെ തണുപ്പിൽ കിടന്നുറങ്ങി, തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് കുളിച്ച്, തോന്നുന്ന സമയത്ത് നമസ്കരിച്ച്, തോന്നുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് തീർക്കേണ്ടതല്ല പരിശുദ്ധ റമളാനിലെ നോമ്പ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. നാളെ പരലോകത്ത് വെച്ച് ആദമിന്റെ പുത്രന്റെ കാൽപാദങ്ങൾ ചലിക്കുകയില്ല 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. ഒന്ന്, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, എന്തിനു വേണ്ടിയാണ് ആയുസ് ചെലവഴിച്ച് തീർത്തത്. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച്, ആ യുവത്വം എന്തിനു വേണ്ടിയാണ് ചെലവാക്കിയത്. വഅൻ മാലിഹി, അതുപോലെ തന്നെ അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച്, അവന്റെ സമ്പത്ത് എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്, എന്തിനു വേണ്ടിയാണ് അവൻ ചെലവഴിച്ചത്. വഅൻ ഇൽമിഹി, അവന്റെ വിജ്ഞാനത്തെ സംബന്ധിച്ച്, ആ വിജ്ഞാനം ഏത് മാർഗത്തിലാണ് അവൻ വിനിയോഗിച്ചത് എന്ന 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ആദമിന്റെ പുത്രന്റെ കാൽപാദങ്ങൾ നാളെ മഹ്ശറയിൽ ചലിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ചിന്ത എന്താ വെച്ചാൽ, എന്തിനൊക്കെ പഠിച്ചത്ര പ്രയാസപ്പെട്ട നമ്മളെ സൃഷ്ടിച്ചെന്നാണ്. കാരണം നമ്മൾ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും മധ്യത്തിലാണ് സൃഷ്ടിക്കുന്നത്. തുരുതുരയുള്ള യുക്തിവാദികളുടെ ചോദ്യം, നിരീശ്വരവാദികളുടെ ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മളും ഇങ്ങനെ വിചാരിക്കും, അപ്പൊ എത്ര പ്രയാസപ്പെടാൻ, എത്ര പരീക്ഷണങ്ങളല്ലേ, എന്താ പിന്നെ നമ്മളെ പിന്നെ സൃഷ്ടിച്ചത്? സൃഷ്ടിച്ചാതിരുന്നാ പോരായിരുന്നോ? ജനിക്കാതിരുന്നാ പോരായിരുന്നോ? അതിന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ അങ്ങിങ്ങോളം പരതിയാൽ നമുക്കതിന് കാരണം മനസ്സിലാവും, എന്തിനാ സൃഷ്ടിച്ചെന്ന്. ഒന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ ഒരു 60, 70, 80 കൊല്ലക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അതാണ് നമുക്ക് നൽകിയത്. നമുക്കൊരു ഭാഗ്യം തന്നതാണ്. നമ്മളൊരു ടൂറിലാണ്, നമ്മളൊരു യാത്രയിലാണ്. അവിടെ നമുക്കിതൊക്കെ ഇങ്ങനെ കാണാനും മനസ്സിലാക്കാനും അതിനുള്ളൊരു സൗഭാഗ്യം തന്നു. പക്ഷേ അത് പരീക്ഷണം കൂടിയാക്കി അല്ലാഹു. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. ഇന്ന് യുവാക്കളോടും യുവതികളോടുമാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. എവിടെയാണ് നിങ്ങൾ? സമൂഹത്തിന്റെ ഏത് തട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഓജസ്സില്ലേ? നിങ്ങൾക്ക് ജീവനില്ലേ? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾക്ക് യുവത്വമില്ലേ? ആ യുവത്വം പൊടിഞ്ഞു വീണാൽ, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ, റോഡിലേക്ക് ഇറക്കുമ്പോൾ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ തൽക്ഷണം മരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനു മുമ്പ് നമുക്ക് ബോധോദയം വേണം. ഞാനൊരു യുവാവാണ്, ഞാനൊരു യുവതിയാണ്. എന്നെ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമത്താണ്. എനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില ആളുകൾ ചോദിക്കാറാണ്, ചിലപ്പോൾ കുട്ടികൾക്ക് ചോദിക്കാറുണ്ട് നമ്മുടെ മാതാപിതാക്കളോട്, എന്തപ്പോ എനിക്ക് മാത്രം ഇങ്ങനെ നിയമം, എനിക്ക് മാത്രം കുടുംബത്തിൽ ഇങ്ങനെ പ്രത്യേക നിയമങ്ങൾ ഒക്കെയാണ്.
അതേ മുസ്ലിമാണോ മുസ്ലിമത്താണോ, ആ മുസ്ലിമിന് നിയമങ്ങളുണ്ട്, ആ മുസ്ലിമത്തിന് നിയന്ത്രണങ്ങളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് നമ്മുടെ യുവത്വം നമ്മൾ പാഴാക്കാതെ നോക്കണം. 19-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു കവി ഉണ്ടായിരുന്നു. ആ കവിയുടെ പേര് അഹ്മദ് ഷൗക്കി എന്നാണ്. അദ്ദേഹം രചിച്ച വളരെ സുന്ദരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം ഈ നൂറ്റാണ്ടിലെ യുവാക്കളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പാടുകയാണ്: ശബാബുൻ കുന്നഉൻ ലാ ഖൈറ ഫീഹിം വബൂരിക ഫിശ്ശബാബി ത്വാമിഹീന. ശബാബുൻ കുന്നഉൻ, മടിപിടിച്ച് ജീവിക്കുന്ന യുവത്വം, യാതൊരു പ്രയോജനവും ചെയ്യാത്ത യുവത്വം. മടിയിലാണ്, എന്തോ ചെയ്യും, എന്താ അവർ പ്രവർത്തിക്കുന്നത് വെച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. എങ്ങനെ അവരുടെ സമയം അവർ ചെലവഴിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ശബാബുൻ കുന്നഉൻ, മടിപിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, ഒരു ആഗ്രഹങ്ങളുമില്ല അവർക്ക്, ഒരു മോഹങ്ങളുമില്ല. അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിക്കണം, അത് ചെയ്യണം, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ അജണ്ടയായില്ല. ശബാബുൻ കുന്നഉൻ ലാ ഖൈറ ഫീഹിം, അങ്ങനെയുള്ള യുവത്വത്തിന് യാതൊരു ഖൈറുമില്ല. വബൂരിക ഫീ ശബാബി ത്വാമിഹീന, ആരുടെ ജീവിതത്തിലാണ് ബർക്കത്തുണ്ടാകേണ്ടത്, ആരുടെ ജീവിതത്തിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടത്? ആഗ്രഹിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടത്. ആഗ്രഹം വേണം, ജീവിക്കാൻ ആഗ്രഹം വേണം, പ്രവർത്തിക്കാൻ ആഗ്രഹം വേണം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, യുവതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലതയും ആഗ്രഹവും ഏതൊരു യുവാക്കൾക്കുണ്ടാകുന്നുവോ ആ യുവാക്കളിലാണ് ബർക്കത്തുണ്ടാകേണ്ടത്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടത്. ശബാബുൻ ദല്ലലൂ സുബുലൽ മആലി വമാ അറഫൂ സിവൽ ഇസ്ലാമ ദീനാ. അഹ്മദ് ഷൗക്കി റഹിമഹുല്ലാഹ് പാടുകയാണ്: ശബാബുൻ ദല്ലലൂ സുബുലൽ മആലി, ഉന്നതമായ പദവികൾ, മഹിതമായ പദവികൾ, മഹിതമായ മാർഗങ്ങൾ കീഴ്പ്പെടുത്തുന്ന യുവാക്കളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും നല്ല മാർഗങ്ങളിൽ പ്രവേശിച്ച് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന യുവാക്കളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വമാ അറഫൂ സിവൽ ഇസ്ലാമ ദീനാ, ദീൻ എന്ന് പറഞ്ഞാൽ, ഒരു മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെയും അവർക്ക് പരിചയമില്ല. ഇസ്ലാമിന്റെ തണലിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിന്റെ ശീതളച്ചായയിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അഹ്മദ് ഷൗക്കി പാടുകയാണ്: ശബാബുൻ ലം തുഹത്തിമുഹുൽ ലയാലി വലം യുസ്നിദ് ഇലൽ ഖസ്മിൽ അരീന. ഏത് തരത്തിലുള്ള യുവത്വത്തിനാണ് ബർക്കത്തുണ്ടാകേണ്ടതെന്നറിയുമോ? ഏത് തരത്തിലുള്ള യുവത്വമാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? രാത്രി ഇരുൾ മുറ്റിയാൽ എല്ലാവിധ അനാശാസ്യങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകരല്ല യുവാക്കളാകേണ്ടത്. രാത്രിയായി കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം തന്നെ തളർത്തിക്കളയുന്ന, തങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത യുവാക്കൾ, ലഹരി ബാധിക്കാത്ത യുവാക്കൾ, അനാശാസ്യം ചെയ്യാത്ത യുവാക്കൾ, മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാത്ത യുവാക്കൾ, അവരിലാണ് അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകേണ്ടത്. വലം യുസ്നിദ് ഇലൽ ഖസ്മിൽ അരീന, അതുപോലെ തന്നെ അവർ ഊർജ്ജസ്വലരാണ്, അവർ ശക്തരാണ്, അവർ താണിയുള്ളവരാണ്, അവർ കഴിവുള്ളവരാണ്. ശത്രു അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ശത്രുവിന്റെ മുന്നിൽ ഒരു കാരണവശാലും മുട്ടുകടക്കാത്ത, ആ ശത്രുവിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത യുവത്വം, ആ യുവത്വത്തിലാണ് ബർക്കത്തുണ്ടാകേണ്ടത്. വീണ്ടും അഹ്മദ് ഷൗക്കി റഹ്മഹുല്ലാഹ് പാടുകയാണ്: വലം യതശദ്ദഖൂ ബിഖുശൂരി ഇൽമിൻ വലം യതഖല്ലദൂ ബിൽ മുൽഹിദീന. ആ യുവാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉപരിപ്ലവമായ വിജ്ഞാനം നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കഥയൊക്കെ നമുക്കറിയാലോ. വലിയ വലിയ ഡിഗ്രി ഒക്കെ ഉണ്ടാവും, വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സൊക്കെ പാസ്സാക്കിയിട്ടുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല, പ്രായോഗിക ജീവിതം പോലും അറിയില്ല. അപ്പൊ ഇമാം ഷൗക്കി റഹ്മഹുല്ലാഹ് പറയാണ്: വലം യതശദ്ദഖൂ ബിഖുശൂരി ഇൽമിൻ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ വിജ്ഞാനത്തിൽ അഭിമാനം കൊള്ളുന്നവരല്ല ആ യുവസമൂഹം. വലം യതഖല്ലദൂ ബിൽ മുൽഹിദീന, മാത്രമല്ല നിരീശ്വരവാദികളായ ആളുകൾ സമൂഹത്തിലുണ്ടാകും, യുക്തിവാദികളായ ആളുകൾ സമൂഹത്തിലുണ്ടാകും. അവർ പല കോലത്തിലും ജീവിക്കും, അല്ലെ? യുക്തിവാദികൾക്ക് എന്താ പ്രശ്നം? അവർക്കൊന്നും നോക്കേണ്ടതില്ല, അവർക്കൊരു നിയമവും നോക്കേണ്ടതില്ല, അവർ പല കോലത്തിലും ജീവിക്കും. അഹ്മദ് ഷൗക്കി റഹ്മഹുല്ലാഹ് പറയുകയാണ്:
ശരിയായ യുവത്വം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച യുവാക്കൾ, യുവതികൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളായ ആളുകളോടൊപ്പം അതുപോലെ തന്നെ യുക്തിവാദികളായ ആളുകളെയും അനുകരിക്കാത്തവരായിരിക്കും ആ യുവാക്കൾ. ഒരാ ഈ രണ്ടുപേരെയാണ് അഹമ്മദ് ഷൗക്കിയുടെ ആ പാട്ടിലെ, ആ കവിതയിലെ ഏറ്റവും മനോഹരമായ രണ്ടു വരികൾ. അഹമ്മദ് ഷൗക്കി പറയുകയാണ്, ആ യുവാക്കളുടെ യുവതികളുണ്ടല്ലോ, അവരുടെ മക്കളായാലും സഹോദരിമാരായാലും ഭാര്യമാരായാലും ആ യുവത്വം പേറുന്ന ആ യുവാക്കളാവുന്ന വനിതകളാവുന്ന ആളുകളിൽ, അവർ മക്കളാകട്ടെ ഭാര്യമാരാകട്ടെ സഹോദരിമാരാകട്ടെ, അവരിൽ മോശമായ ഒരു കാര്യങ്ങളും കാണാനേ സാധ്യമല്ല. അങ്ങനെയുള്ള യുവത്വത്തിലാണ് അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകേണ്ടത്. പോരാ, ആ യുവാക്കളുടെ ഇളം തലമുറയിൽ, ആ യുവാക്കളുടെ മക്കളിൽ, ആ യുവാക്കളുടെ ആൺമക്കളിൽ അവർക്കുണ്ടാകുന്ന സന്താനങ്ങളിൽ ഒരു തരത്തിലുള്ള പെണ്ണത്വവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർ ആണുങ്ങളായിരിക്കും, ആണുങ്ങളെപ്പോലെയായിരിക്കും, അവർ ആണുങ്ങളെപ്പോലെ പെരുമാറും. അവർക്ക് പെണ്ണത്വത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാവുകയില്ല. മാസ്മരികമായ രാഗത്തിന്റെയും ഈണത്തിന്റെയും സംഗീതത്തിന്റെയും അടിമകളായി അവർ മാറുകയില്ല. അവിടെ സംഗീതം എന്ന് പറഞ്ഞാൽ, അവിടെ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടെ ആത്മാവിന് ശാന്തി നൽകുന്നത് എന്താണെന്ന് അറിയുമോ? അത് അവരുടെ മഹത്വങ്ങളും ഉന്നതികളുമായിരിക്കും. അങ്ങനെയുള്ള യുവാക്കളിലാണ് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകേണ്ടത്. വീണ്ടും അഹ്മദ് ഷൗക്കി ആ പാട്ട് അവസാനിപ്പിക്കുന്നതിന് അറിയാം, وَإِذَا جَنَّ الْمَسَاءُ فَلَا تَرَاهُمْ مِنَ الْإِشْفَاقِ إِلَّا سَاجِدِينَ. വൈകുന്നേരമായി കഴിഞ്ഞാൽ, അഥവാ രാത്രി ഇരുൾമുറ്റിയാൽ, സന്ധ്യയായി കഴിഞ്ഞാൽ അവരെ ആരെയും നിങ്ങൾക്ക് പുറത്തു കാണാൻ കഴിയില്ല. പിന്നെ ആ യുവാക്കളെ അങ്ങാടികളിലോ റോഡുകളിലോ തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞ് ജീവിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മിനൽ ഇഷ്ഫാഖി ഇല്ലാ സാജിദീന. കാരണം എന്താണെന്നറിയുമോ? സന്ധ്യയായി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം ഈ ജീവിതം തന്ന പരമകാരുണ്യനായ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, ആ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക, ആ റബ്ബിന് വേണ്ടി റുകൂ ചെയ്യുക, ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നിത്യാദി പ്രവർത്തനങ്ങളിലായിരിക്കും ആ യുവത്വം ഉണ്ടാവുക. അവസാനമായി അദ്ദേഹം പറയുകയാണ്, കദാലിക അഖ്റജൽ ഇസ്ലാമു ഖൗമി ശബാബൻ മുഅ്മിനൻ ഹുർറൻ അമീനാ. ഇപ്രകാരമാണ് എന്റെ സമുദായത്തെ ഇസ്ലാം അവരെ പരിഷ്കരിച്ച് സംസ്കരിച്ച് ഒരു ഉത്തമമായ സമുദായമായി പുറത്തു കൊണ്ടുവന്നത്. അതായത് ശബാബൻ, അവർ യുവാക്കളാണ്, മുഅ്മിനൻ സത്യവിശ്വാസികളാണ്, ഹുർറൻ സ്വതന്ത്രരാണ്, അമീന അവർ വിശ്വസ്തരും കൂടിയാണ്. അതുപോലുള്ള ഒരു യുവാക്കളും യുവതികളുമാകാൻ നമുക്ക് ആഗ്രഹമില്ല. എന്തിനാണ് നമ്മൾ നമ്മുടെ യുവത്വം കളയുന്നത്, തുലച്ചു കളയുന്നത്? എന്തിനാണ് നമ്മുടെ യുവത്വം വെറുതെ നശിപ്പിച്ചു കളയുന്നത്? ഏത് സമയത്തും പൊലിഞ്ഞു തീരാവുന്ന ഒരു ജീവിതം, ഒരു റൂഹാണ് നമ്മുടെ കയ്യിലുള്ളത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 ഘട്ടങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പായി 5 കാര്യങ്ങൾ നീ ചെയ്തു തീർക്കുക. ശബാബക, ഒന്ന് നിന്റെ യുവത്വം. നീ വിചാരിക്കേണ്ടതില്ല ഈ യുവത്വവും പ്രസരിപ്പും എന്നും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. യുവാവായിരിക്കുമ്പോ അങ്ങനെ നമുക്ക് തോന്നില്ല, യുവതിയായിരിക്കുമ്പോ നമുക്ക് തോന്നൂല. കാരണം എന്താ നമ്മുടെ ചുറുചുറുക്കില്, എന്താ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉത്സാഹല്ലേ? അപ്പൊ നമ്മളെന്താ കരുതാ, ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ കരുതാ, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു നാൾ എന്റെ ഈ യുവത്വം ചോർന്നു പോകും, ഞാൻ യുവാവല്ലാതായി മാറും, എന്റെ തൊലികൾ ചുറ്റിച്ചുളിയും, എന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും, എന്റെ എല്ലുകൾ നുരുമ്പും, എന്റെ മസിൽ പവറെല്ലാം കഴിഞ്ഞു പോകും എന്ന് ആലോചിക്കാനുള്ള സന്മനസ്, എന്ന് ആലോചിക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക. നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വം ഉണ്ടല്ലോ, ആ യുവത്വത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധ ചെലുത്തണം. ആ യുവാവായിരിക്കെ നിന്റെ യുവത്വം നീ നശിപ്പിച്ചു കളയരുത്. രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യാവസ്ഥ. നമ്മൾ വിചാരിക്കും എനിക്കൊരു അസുഖമില്ല,
വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തു, ഒരു പ്രോബ്ലം ഇല്ല. ഷുഗറും കൊളസ്ട്രോളും എല്ലാം നോർമല്, ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ, എന്റെ ജീവിതത്തിൽ എന്റെ ആരോഗ്യം പരിപൂർണമായി തൃപ്തികരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ, സഹോദരന്മാരെ, യുവതികളെ, യുവാക്കളെ, ഒരു നിമിഷം മതി, ഒരു ദിവസം മതി നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിനക്ക് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ധന്യാവസ്ഥ. ഇപ്പൊ നമുക്ക് സമ്പത്തുണ്ട്, ഒരു വിധമൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല രൂപത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ റബ്ബിനെ നമ്മൾ മറക്കരുത്. വഴികൾ നമ്മൾ മറക്കാൻ പാടില്ല. എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, എന്തായിരുന്നു നമ്മുടെ ബാല്യം, എങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്, ഇതിന്റെ പിന്നിൽ ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി അധ്വാനിച്ചവർ ആരാണ്, ഞാൻ എങ്ങനെയാണ് ഒരു യുവാവായി മാറിയത്, ഞാൻ എങ്ങനെയാണ് വലിയ ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറിയത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വേണമെന്നാണ്. നിന്റെ ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ധന്യാവസ്ഥ. ഇപ്പൊ എന്തുണ്ട്, വിശ്രമ സമയമുണ്ട്. അപ്പൊ വിശ്രമ സമയങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാം, എന്തെങ്കിലുമൊക്കെ ജോലി ആവട്ടെ, പണിയാവട്ടെ, എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാനുള്ള. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ആയി കഴിഞ്ഞാലോ പിന്നെ നമുക്ക് സമയമില്ല, നമ്മൾ ഹറിബറിയായി, ഒന്നിനും ഒരു നേരവും സമയമില്ല. അങ്ങനെയുള്ള അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. നിന്റെ മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം. ഈ 5 അവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 5 അവസ്ഥകളിൽ നിങ്ങൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, കർമ്മോത്സുകരാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞത്. സഹോദരങ്ങളെ, എല്ലാ സമൂഹത്തിലെയും ബുദ്ധിമാന്മാർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ആപ്തവാക്യം തന്നെയാണ്. എന്താണെന്നറിയോ? സുഖം ഒരിക്കലും സുഖത്തിലൂടെ നേടാനാവില്ല. ആ സുഖത്തിലൂടെ നീങ്ങുകയും എന്നിട്ട് അതിനേക്കാൾ വലിയ സുഖം ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ, അത് മൗഢ്യമാണ്, അത് വിഡ്ഢിത്തരമാണ്. നിലനിൽക്കാത്ത, നിനക്ക് അപ്രാപ്യമായ ഒരു സുഖമാണ് നീ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മഹാന്മാരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിശ്രമം ഇഷ്ടപ്പെടുന്നവൻ ഏത് സമയത്തും വിശ്രമിക്കാം, ഏത് സമയത്തും റെസ്റ്റ് എടുക്കാം, അങ്ങനെ വെറുതെ സമയം കളയാം. അപ്പൊ അങ്ങനെ വിശ്രമം, ഏത് സമയത്തും വിശ്രമം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ വിശ്രമം നമ്മുടെ യഥാർത്ഥ വിശ്രമത്തെ നഷ്ടപ്പെടുത്തി കളയും. ഇത് മഹാന്മാരായ എല്ലാ ആളുകളും പറഞ്ഞൊരു തത്വമാണ്. അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും പ്രയാസങ്ങൾ തരണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത്. നമുക്ക് സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആനന്ദവാനാണ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സന്തോഷമില്ലായ്മ വേണം, അല്ലെ? സന്തോഷമില്ലായ്മ ഉണ്ടാകുമ്പോഴാണ് സന്തോഷം എന്താണ് തിരിച്ചറിയുള്ളൂ, അല്ലെ? എന്നും നമ്മൾ സന്തോഷത്തിലാണ്. അപ്പൊ നമുക്ക് സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് എല്ലാ മഹാന്മാരും പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സമ്പത്തിന്റെ സുഖം സമൃദ്ധിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സുഖം എന്താണ് തിരിച്ചറിയാൻ കഴിയില്ല. സമ്പത്തിന്റെ മേന്മ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഒരല്പം ദാരിദ്ര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം, കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കണം, എങ്കിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഇസ്ലാമിലെ 2ാം ഉമർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ദുഖൈൻ ഇബ്നു സഈദ് എന്ന ഒരു ഗ്രാമീണ കവിയോട് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, യാ ദുഖൈൻ ഇന്നലി നഫ്സൻ തവാഖതൻ. ദുഖൈൻ ഇബ്നു സഈദ്, എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനസ്സാണ് എന്റേത്. ആരാ പറയണമെന്നറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. നീതിമാനായ ഉമർ 2ാമൻ. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ദുഖൈൻ ഇബ്നു സഈദിനോട് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഒരു കവിയാണ്. ദുഖൈൻ എന്ന് പറഞ്ഞ കവിയാണ്. ഇന്നലി നഫ്സൻ തവാഖതൻ, എന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു മനസ്സുണ്ട്. താഖത്ത് ഇലൽ ഇമാറത്തി, അങ്ങനെ ഞാൻ ഇമാറത്ത് ആഗ്രഹിച്ചു, അഥവാ നേതൃത്വം ആഗ്രഹിച്ചു. എനിക്കൊരു നേതാവാകണം, എനിക്കൊരു ഖലീഫയാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫനാലത്ഹാ, അങ്ങനെ ഞാൻ നേതാവായി, അങ്ങനെ ഞാൻ ഇമാറത്തുള്ളവനായി, അങ്ങനെ ഞാൻ ഇസ്ലാമിലെ ഖലീഫയായി തീർന്നു. വതാഖത്ത് ഇലൽ ഖിലാഫ ഫനാലത്ഹാ, ഖിലാഫത്ത് ആഗ്രഹിച്ചു, ഖിലാഫത്തും എനിക്ക് ലഭിച്ചു. ഇമാറത്ത് ഞാൻ ആഗ്രഹിച്ചു, ഇമാറത്തും എനിക്ക് തന്നു. ദുഖൈനെ, ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അൽ ജന്ന, സ്വർഗമാണ്.
ഇന്ന് എന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം ലഭിക്കണം, സ്വർഗത്തിൽ പോകണം, അതിനുവേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വർഗം കരസ്ഥമാക്കാനുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇഅലം, നീ മനസ്സിലാക്കണം, അന്നക ഫീ മൈദാനി സിബാഖ്, നീ ഒരു മത്സരത്തിന്റെ ഗ്രൗണ്ടിലാണുള്ളത്. നമ്മളെല്ലാവരും ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു മത്സരത്തിന്റെ ഗ്രൗണ്ടിൽ ജീവിക്കുന്നത് പോലെയാണ്. മത്സരത്തിലാണ് നമ്മളുള്ളത്. വൽ ഔഖാതു തുൻതഹബു, ഈ ഗ്രൗണ്ടിൽ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മറുവിഭാഗം ചേർത്ത് കൊണ്ടുപോകും. ഈ ഗ്രൗണ്ടിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ള നമ്മുടെ സമയമാണ്. പലരും അത് ചിന്തിക്കാറില്ല. കാരണം എന്താ, നമ്മൾ ചിന്തിച്ചൊക്കെ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് വയസ്സാവും, അല്ലെ? അങ്ങനെയല്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആലോചിക്കുന്ന ആളോട് ചോദിച്ചു നോക്കി, കുറെ ചിന്തിച്ചു, കുറെ ആഗ്രഹിച്ചു, അങ്ങനെ ആകണം ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എന്റെ പഠനകാലവും കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് എന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ എന്തായി? വയസ്സനായി മാറി. എന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ഈ മത്സര ഗ്രൗണ്ടിൽ നശിച്ചു പോകാൻ പോകുന്നത് നമ്മുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മടിയിലേക്ക് പോകരുത്, മടിയനായി ജീവിക്കരുത്. ഏതൊരു മനുഷ്യനും എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മടിയിലൂടെ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മടിയുണ്ടായതുകൊണ്ടാണ് ജീവിതത്തിൽ കസലാനായതുകൊണ്ടാണ്, മടിയനായി മാറിയതുകൊണ്ടാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ആരെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മഹാന്മാരായ ആളുകളുണ്ട്. ജീവിതത്തിൽ വലിയ നേതാവായ ആളുകളുണ്ട്, ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷേ ആ സമ്പത്തുക്കളും ആ നേട്ടങ്ങളുമെല്ലാം ഉണ്ടായത് കഠിനമായ പരിശ്രമത്തിലൂടെയും അസീമത്ത്, നല്ല മനുക്കരത്തോടും കൂടിയാണ് അവർ ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് അതെല്ലാം നേടിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, യുവാക്കളെ, യുവതികളെ, നമ്മളൊരു പരിശുദ്ധ റമദാനിന്റെ മുന്നിലാണുള്ളത്. എപ്പോഴും നമ്മുടെ മനസ്സ് തുടിക്കണം, പ്രവർത്തികൾ ചെയ്യണം, പ്രവർത്തനങ്ങൾ ചെയ്യണം. എനിക്ക് കഴിഞ്ഞ റമദാൻ വരെ അത് കഴിഞ്ഞില്ല, ഈ റമദാൻ എനിക്ക് കഴിയണം, അതിന് ഈ ശഅബാൻ മുതൽ തന്നെ ആരംഭിക്കണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതാണ്, ശഅബാനിന് പ്രത്യേകതയുണ്ട്, ശഅബാനിന് മഹത്വങ്ങളുണ്ട്. ശഅബാനിൽ തന്നെ നമ്മുടെ അമലു സ്വാലിഹാത്തുകളും നമ്മുടെ സുന്നത്ത് നോമ്പുകളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും എല്ലാം ആരംഭിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രവർത്തന സജ്ജരാവുക, നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുക. നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്, അല്ലെ? ഒന്നും പ്രവർത്തിക്കാതെ മടിയനായിരുന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമോ? ഒരു ഇബാദത്ത് പോലും ശരിയായി ചെയ്യാൻ നമുക്ക് കഴിയില്ല. എല്ലാം കഴിഞ്ഞ്, എല്ലാം ശരിയായി, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് വേണം എനിക്ക് മനസ്സാന്നിധ്യത്തോടു കൂടി ഒന്ന് നമസ്കരിക്കാൻ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും എന്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല. പക്ഷേ ആ ആഗ്രഹം പൂവണിയുമ്പോഴേക്ക് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാവും, സമയം കടന്നുപോയിട്ടുണ്ടാവും, സമ്പത്ത് നശിച്ചിട്ടുണ്ടാവും, നമ്മൾ രോഗിയായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ ആ ഉറുദു കവിയിലൂടെ പറഞ്ഞു തന്ന 2 ഈരടികളുണ്ട്. ആ ഈരടികൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭീ ജഹന്നം ഭീ. ഇഖ്ബാൽ പാടിയതാണ്. അമൽ സേ ജിന്ദഗി ബൻതി, അമൽ, പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത്. ജന്നത്ത് ഭീ ജഹന്നം ഭീ, നമ്മൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ അമലാണ്, നമ്മുടെ പ്രവൃത്തിയാണ്. യഹാക്കി അപ്നി ഫിത്റത്ത് മേ നനൂരി ഹേ നനാരി ഹേ. മണ്ണുകൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിൽ, അവൻ സൃഷ്ടിക്കപ്പെട്ടതോടുകൂടി അവൻ ഒരിക്കലും സ്വർഗാവകാശിയായി മാറുകയില്ല, അവൻ നരകാവകാശിയായി മാറുകയില്ല. അവനെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നിശ്ചയിക്കുന്നതിന് അവന്റെ അമലാണ്, അവന്റെ പ്രവൃത്തിയാണ്. പ്രവൃത്തി ചെയ്യാതെ നമ്മൾ എന്താഗ്രഹിച്ചിട്ടുണ്ട് ആ കാര്യം സഹോദരന്മാരെ? പ്രവർത്തിക്കണം, പ്രവർത്ത സജ്ജരാകണം. അതാണ് ഇഖ്ബാൽ പറഞ്ഞത്, അമൽ സേ ജിന്ദഗി ബൻതി ഹേ. അമലാണ്, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മള് പരിശുദ്ധ റമദാൻ ഇപ്പോ ഇവിടെ ആമുഖത്തിൽ പറയുകയുണ്ടായി, സ്വാഗതം പറഞ്ഞ ആള് പറയുകയുണ്ടായി സക്കാത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച്. നമുക്ക് പരിശുദ്ധ റമദാനിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളാണ്. സക്കാത്ത് ശേഖരണം, സക്കാത്ത് വിതരണം, ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തെ ഷഹ്റുൽ മുബാറക് എന്ന് പറഞ്ഞു, ഷഹ്റുൽ സബ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷഹ്റുൽ മുവാസാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷഹ്റുൽ മുബാറക് അനുഗ്രഹീതമായ മാസം, ഷഹ്റുൽ സബ്ർ ക്ഷമയുടെ മാസം, ഷഹ്റുൽ മുവാസാത്ത് സാന്ത്വനപ്പെടുത്തലിന്റെ മാസം, സാന്ത്വന വാക്കുകൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ മാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാസം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇസ്ലാമിലെ സക്കാത്ത് സമ്പ്രദായം. നമ്മൾ വിചാരിക്കും റമദാനിൽ മാത്രം മതിയോ? പോരാ, റമദാനിൽ മാത്രം പോരാ സക്കാത്ത്. സക്കാത്ത് എല്ലാ സമയത്തും പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടില് റമദാൻ മാസമാകുമ്പോഴാണ് അതിനൊരു സജീവത ഉണ്ടാകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ സജീവതയെ നമ്മളൊന്ന് പ്രേരിപ്പിക്കണം, പ്രേരണ കൊടുക്കണം. അതുകൊണ്ടാണ് റമദാനിലെ സക്കാത്തിനെ കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം. അർശിന്റെ തണൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറാ മുറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകൾ അവരിൽ ഒരു വിഭാഗമാരാണ് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ. ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് അവൻ ആ ദാനധർമ്മങ്ങൾ ചെയ്തത്. ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. അവന്റെ വലത് കൈ ചിലവഴിച്ചത് അവന്റെ ഇടത് കൈ പോലും അറിഞ്ഞില്ല. വലത് കൈ കൊണ്ട് ദാനം ചെയ്തത്, വലത് കൈ കൊണ്ട് സക്കാത്ത് കൊടുത്തത്, വലത് കൈ കൊണ്ട് സ്വതക്ക ചെയ്തത് അവന്റെ ഇടത് കൈ പോലും അറിഞ്ഞില്ല. ആ രൂപത്തിലാണ് അവൻ സ്വതക്ക ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു സ്വദഖതി സ്വദഖത്തുൻ ഫീ റമളാൻ. ഏറ്റവും ശ്രേഷ്ഠകരമായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് സ്വദഖത്തുൻ ഫീ റമളാൻ. റമളാൻ മാസത്തിൽ നമ്മൾ നിർവഹിക്കുന്ന സ്വതക്കയാണ്, ദാനധർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസമായാൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മിഷ്ഠനായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ. പ്രവാചകന്റെ ഏറ്റവും വലിയ ദാനം പ്രവാചകൻ ചെയ്തിരുന്നത് റമളാൻ മാസത്തിലാണ്. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാൻ മാസത്തിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രവാചകനെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഫയുദാരിസുൽ ഖുർആന, എന്നിട്ട് നബിക്ക് ഖുർആൻ ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഫറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ ബിൽ ഖൈരി, പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്നു. മിനൽ റീഹിൽ മുർസില, ശക്തമായി അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ, അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു പരിശുദ്ധ റമളാനിൽ എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഖുദ് മിൻ അംവാലിഹിം എന്നാണ് ഖുർആൻ. ധനികരുടെ സ്വത്ത് നിങ്ങൾ വാങ്ങിയെടുക്കണം, സമ്പന്നരുടെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ വാങ്ങിയെടുക്കണം. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, പേടിക്കേണ്ട മക്കളെ, അത് അവരുടെ സ്വന്തം ശരീരങ്ങളെ ശുദ്ധിയാക്കാനും അവരെ തന്നെ സംസ്കരിക്കാനും അവരുടെ സമ്പത്തിനെ സംസ്കരിക്കാനും വേണ്ടിയാണ്. അവരുടെ സമ്പത്ത് പിടിച്ചു വാങ്ങി അവരെ നഷ്ടപ്പെടുത്തല്ല, അവരെ സംസ്കരിക്കുകയാണ്. നോക്കി നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ കൊടീശ്വരാണെന്ന് വിചാരിക്കാം, സങ്കല്പിക്കാം. ആരും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ മനുഷ്യരാണ്. ഇനി നമ്മളൊന്ന് സങ്കല്പിക്കാം, നമ്മളൊരു കൊടീശ്വരനാണ് ആയി. അപ്പൊ കൊടീശ്വരനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയ കാറും, എന്നും വീട്ടില് വലിയ വലിയ സംവിധാനങ്ങളും, അങ്ങനെ എന്നും കുഴിമന്തിയും ബിരിയാണിയും അതുപോലെ തന്നെ ആടിനാർക്കും, അങ്ങനെ പല രൂപത്തിലുള്ള ആഘോഷ പരിപാടികളുമായി നമ്മളിങ്ങനെ കഴിഞ്ഞു പോകണം. നമ്മുടെ മനസ്സിലൊരു കുത്തുണ്ടാവൂലേ? നമ്മുടെ മനസ്സിലൊരു സമ്മർദ്ദം ഉണ്ടാവൂലേ? നമ്മുടെ മനസ്സ് പറയൂലേ ഞാനീ പറഞ്ഞത് ശരിയല്ല, ഞാനീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയൂലേ? അതേസമയം കൊടീശ്വരനാണ് നമ്മൾ എന്ത് ചെയ്യാണ്? പാവങ്ങൾക്ക് കൊടുക്കാൻ അവകാശങ്ങളൊക്കെ കൊടുത്തു, സക്കാത്ത് അതിന്റെ കമ്മിറ്റിയെ നമ്മൾ ഏൽപ്പിച്ചു, സ്വതക്കകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ നമ്മളും കൂടി കുറച്ച് അനുഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ റാഹത്തല്ലേ, അത് ഒരു സമാധാനമല്ലേ അത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്, തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ആ സമ്പത്ത്, ആ സക്കാത്ത് വിട്ടുകൊടുക്കുന്നതോടെ അത് അവരുടെ സ്വന്തം ശരീരങ്ങളെ ശുദ്ധീകരിക്കാനും അവരെ സംസ്കരിക്കാനും കാരണമായി തീരും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊരു സക്കാത്ത് കമ്മിറ്റിക്ക് ഉണ്ടാക്കി നമ്മളിങ്ങനെ ചോദിച്ചു ചെന്നു കരുതി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. മുതലാളിമാരുടെ അടുക്കൽ, സമ്പന്നരുടെ അടുക്കൽ നമ്മൾ ചെല്ലുകയാണ്, സക്കാത്ത് ഫണ്ടിലേക്ക് ഒരു വിഹിതം തരണം,
സക്കാത്ത് ഫണ്ടിലേക്ക് നിങ്ങളുടെ വിഹിതം തരണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം രേഖപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ മടിക്കണ്ട, തരയാതിരിക്കെ എന്തുമാകട്ടെ, അവർക്ക് വേണമെങ്കിൽ തരാം, അവർക്ക് വേണമെങ്കിൽ സഹകരിക്കാം, അവർക്ക് വേണമെങ്കിൽ ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകാം. പക്ഷെ നമ്മൾ ചോദിക്കാനുള്ളത് ചോദിക്കണം. സക്കാത്ത് കമ്മിറ്റി അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയായി നോമ്പ് തുറ. കുറച്ച് സമയമുള്ള നമ്മുടെ മുന്നിൽ ഏതാനും കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിൽ പറയാൻ. നോമ്പ് തുറ അല്ലെ, നമ്മള് പണ്ട് കാലത്തൊക്കെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ധാരാളം വീടുകളിൽ അത് ചെയ്തിരുന്നു. ചെറിയ ചെറിയ വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിലോ നോമ്പ് തുറ ആ വേദികൾ വളരെ കുറഞ്ഞു വന്നു, ശുഷ്കിച്ചു വന്നു. ഉള്ളതാണെങ്കിലോ വലിയ വിഭവങ്ങൾ. ശരിക്കും വേണ്ടത് നമ്മൾ എന്താണ്? ചെറിയ വിഭവം മതി. അങ്ങനെയല്ലേ നബി പഠിപ്പിച്ചത്? ചെറിയ വിഭവം മതി, ചെറുതായിട്ട് മതി, നമുക്ക് കഴിയുന്ന രൂപത്തിൽ മതി. പക്ഷെ നോമ്പ് തുറപ്പിക്കാം. ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരാണവർ. ആര്? മുത്തഖീകളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ. അലാ ഹുബ്ബിഹി, അവർക്ക് ആവശ്യമുണ്ടോ? എന്ത്? സ്വന്തം ആവശ്യം തീർന്നിട്ടില്ല, സ്വന്തം ആവശ്യങ്ങളുണ്ട്. അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടായിട്ടും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നവർ. പക്ഷേ ആരെ ആയിരിക്കണം ഭക്ഷിപ്പിക്കേണ്ടതെന്നറിയോ? മിസ്കീനൻ, പാവപ്പെട്ടവരെയും ഭക്ഷിപ്പിക്കണം. വയതീമൻ, യതീമുകളെ ഭക്ഷിപ്പിക്കണം. വഅസീറൻ, ബന്ധനസ്ഥനായവരെയും ഭക്ഷിപ്പിക്കണം. ഈ പോയിന്റ് പലപ്പോഴും നമ്മൾ മറന്നു പോകാം. നമ്മുടെ സൽക്കാരങ്ങളും നമ്മുടെ കല്യാണ സദ്യകളും നമ്മുടെ വിരുന്നുകളും നമ്മുടെ നോമ്പുതുറകളും നമ്മുടെ ഇഫ്താർ മീറ്റുകളുമൊക്കെ ഏതോ വെള്ളക്കോളം മനസ്ഥിതിയുള്ള ആളുകളുടെ ഇടയിൽ മാത്രം നടത്തപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടാറില്ലേ? അല്ലേ? ഒരു പാവങ്ങളെ നമ്മൾ അതിലേക്ക് ക്ഷണിക്കാറുണ്ടോ? മിസ്കീനുകളെ നമ്മൾ ക്ഷണിക്കാറുണ്ടോ? നമ്മൾ മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത്? ആ പ്രവണത ഒരിക്കലും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ശർറു ത്വആമി ത്വആമുൽ വലീമതി യുംനഉഹാ മൻ യഅതിഹാ. ഏറ്റവും മോശമായ ഭക്ഷണം ഏതാണെന്നറിയോ? ഏറ്റവും മോശമായ ഭക്ഷണം ഏതാണെന്നറിയോ? ഭക്ഷിക്കാൻ അർഹരായ ആളുകളെ ക്ഷണിക്കാതിരിക്കുകയും എന്നിട്ട് ഭക്ഷണം വേണ്ടാത്ത ആളുകളെ അതിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്ന തീന്മേശകളാണ്, അഥവാ സൽക്കാരങ്ങളാണ്, സദസ്സുകളാണ് ഏറ്റവും മോശമായ ഭക്ഷണം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സൽക്കാരങ്ങളിൽ നമ്മുടെ വിരുന്നുകളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റമളാൻ മാസം എന്ന് പറയുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് പ്രവാചകനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു റമളാനും നമുക്ക് ജീവിച്ചിരിക്കുന്നത് കൊണ്ടുള്ള മഹത്വം എത്രത്തോളമാണെന്ന്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ഒരു സ്വപ്നം കാണുന്നത്. എന്താ സ്വപ്നം എന്നറിയോ? ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കയറി വന്ന 2 ജൂതന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ തൊട്ടടുത്ത വർഷം തന്നെ ഒരു യുദ്ധത്തിൽ ഷഹീദായിപ്പോയി. ഇസ്ലാമിക യുദ്ധത്തിൽ ഷഹീദായിപ്പോയി. ഇസ്ലാമിലേക്ക് വന്ന് യുദ്ധത്തിൽ പങ്കുചേർന്ന് ഷഹീദായി. മറ്റേയാൾ ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്നതാണ് കേട്ടോ. മറ്റേയാൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് ഒരു റമളാൻ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായ മരണമാണ് മരിക്കുന്നത്. അങ്ങനെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് സ്വപ്നം കാണുകയാണ്. അദ്ദേഹം സ്വർഗകവാടത്തിൽ നിൽക്കുകയാണ്. ഈ 2 ജൂതന്മാരും സ്വർഗകവാടത്തിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അതാ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തെ കാക്കുന്ന മലക്ക് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് മലക്ക് ആദ്യം കൊണ്ടുപോയത് ഈ ഷഹീദിനെയല്ല, മറിച്ച് ആ ഷഹീദ് മരണപ്പെട്ടതിന് ശേഷം 1 വർഷം ജീവിച്ച് മരിച്ചുപോയ 2ാമത്തെ ആളാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി കൊണ്ടുപോയത്. പിന്നീട് കുറെ സമയം കഴിഞ്ഞു വന്നാണ് ഷഹീദായ ആദ്യത്തെ ആളെ കൊണ്ടുപോകുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് പ്രവാചക സന്നിധിയിൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ആ ഷഹീദിനെ ആദ്യം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ല, എന്താണ് കാരണം പ്രവാചകരെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം, അലൈസ ഖദ് മകത ഹാദാ ബഅദ ഹുസന, ആ ഷഹീദ് മരണപ്പെട്ടതിന് ശേഷം, ഷഹീദായതിനു ശേഷം പിന്നെ 1 കൊല്ലം കൂടി മറ്റേ ആൾ ജീവിച്ചിരുന്നില്ലേ? ആ ശരിയാണ്, ജീവിച്ചിരുന്നു. റമളാൻ, ഒരു റമളാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ആ കിട്ടി. ഫസാമഹു, എന്നിട്ട് അയാൾ നോമ്പ് നോറ്റില്ലേ? ആ നോറ്റു. ഖാല വസല്ലാ കദാ വകദാ, ഇന്ന നമസ്കാരങ്ങൾ അദ്ദേഹം നമസ്കരിച്ചില്ലേ? അദ്ദേഹം ഖിയാമുൽ ലൈൽ നമസ്കരിച്ചില്ലേ? അദ്ദേഹം തറാവീഹ് നമസ്കരിച്ചില്ലേ? അദ്ദേഹം തഹജ്ജുദ് നമസ്കരിച്ചില്ലേ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബലാ, അതേറെ പ്രവാചകരെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, അവരുടെ 2 പേരുടെയും ഇടയിൽ ആകാശ ഭൂമികളോളം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ
ഷഹീദായ ആള് ഷഹീദായതിനു ശേഷം പിന്നെ ഒരു കൊല്ലം കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, ആ റമദാനിൽ പരിപൂർണമായി നോമ്പ് നോൽക്കാനും പിന്നെ ആ നോമ്പിനുള്ള നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും ഒക്കെ കൃത്യമായി നിർവഹിക്കുവാനും കഴിഞ്ഞു. അതുകൊണ്ട് ആ ഷഹീദിനേക്കാൾ വലിയ പ്രതിഫലം ഒരു റമദാനിൽ കൂടുതൽ ജീവിച്ച ആൾക്ക് ലഭിച്ചു എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ നമുക്ക് മനസ്സിലാക്കി തന്നത്. സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ അടുത്ത റമദാനിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നോമ്പ് പരിപൂർണമായി നോൽക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അടിവരയിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ഈ ഖുർആനിനെ നെഞ്ചിലേറ്റേണ്ടവർ നമ്മളാണ്. ഈ ഖുർആനിനെ ആദരിക്കേണ്ടവർ നമ്മളാണ്. ഈ ഖുർആനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവർ നമ്മളാണ്. വേറൊരു സമുദായം വന്ന് ഖുർആൻ ഓതാനോ ഖുർആൻ ജീവിതത്തിൽ പകർത്താനോ ഇല്ല. നമ്മൾ ഇതിന് മടി കാണിച്ച് മാറി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുക്കൊരു പ്രശ്നമില്ല. അല്ലാഹു വേണമെങ്കിൽ നമ്മളെ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് വേറൊരു സംഘത്തെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ സർവശക്തനാണ് റബ്ബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കാനിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് മുന്നോടിയായി ഈ ശഅബാൻ മാസത്തിൽ തന്നെ നമ്മൾ തുടങ്ങണം. സഹാബികളൊക്കെ അങ്ങനെയായിരുന്നു, താബിഈങ്ങൾ അങ്ങനെയായിരുന്നു, താബിഈങ്ങൾ അങ്ങനെയായിരുന്നു, സലഫു സ്വാലിഹീങ്ങൾ അങ്ങനെയായിരുന്നു. അവര് ശഅബാൻ മാസമാകുമ്പോൾ തന്നെ കടകളൊക്കെ അടച്ചുപൂട്ടി. അവരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഷോപ്പുകളൊക്കെ അടച്ചുപൂട്ടി അവർ ഖുർആൻ പാരായണവുമായി അതുപോലെ നോമ്പുമായി സുന്നത്ത് നോമ്പുമായി കഴിഞ്ഞുകൂടുന്നത് ശഅബാൻ മാസത്തിൽ ഒരുപാട് സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണത്. ഹുദൽ ലിന്നാസ്. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്കതൊരു മാർഗദർശനമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദ എന്താണെന്ന്, മാർഗദർശനം എന്താണെന്ന് വ്യക്തമായി പ്രതിപാദിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണത്. വൽ ഫുർഖാൻ, സത്യാസത്യം വേർതിരിച്ചു തരുന്ന ഗ്രന്ഥമാണത്. പരിശുദ്ധ റമളാനിലാണ് ആ ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് ആ ഖുർആനെ നാം അവതരിപ്പിച്ചത്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ ആ രാത്രിയെ സംബന്ധിച്ച്, ഖുർആൻ അവതരിച്ചു തുടങ്ങിയ രാത്രിയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ലോകത്ത് എത്രയോ ആളുകൾ അല്ലെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് മഹത്തുക്കളെ നമുക്കറിയാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുതൽ അല്ലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഖുർആൻ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ജനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് നമുക്ക് എങ്ങനെ അറിയാം അല്ലെ? ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ലബീദ് ഇബ്നു റബീഅ എന്നൊരു കവി ഉണ്ടായിരുന്നു. ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹം ജാഹിലിയത്തിലെ പ്രധാനപ്പെട്ട സബഉൽ മുഅല്ലിഖാത്ത്, 7 പ്രധാന ജാഹിലി കവികളിൽ ഒരാളാണ് അദ്ദേഹം. ഇസ്ലാമിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു അല്പം മാത്രമേ പാടിയിട്ടുള്ളൂ, ഒരു ലേശം കവിത മാത്രമേ പാടിയിട്ടുള്ളൂ. ഇസ്ലാമിൽ വന്നതിന് ശേഷം അദ്ദേഹം പാടിയ അവസാനത്തെ വരി ഏതാണെന്നറിയോ? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ വകുല്ലു നഈമിൻ മഹാലത റസായിലു. ഈ കവിതയാണ് അദ്ദേഹം അവസാനമായി പാടിയത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം. ലബീദ് ഇബ്നു റബീഅ, ജാഹിലിയത്തിലെ ആ കവി, വിശുദ്ധ കഅബയിലേക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുന്ദരമായ കവിത കൊണ്ടുപോയി കെട്ടിത്തൂക്കി. സമയമാവുമ്പോ ലബീദ് ഇബ്നു റബീഅയുടെ കവിത കഅബയിലേക്ക് കെട്ടിത്തൂക്കിയത്. എന്താ കെട്ടിത്തൂക്കേണ്ട ഉദ്ദേശം എന്താണ്? ഈ കവിതയെ വെല്ലുവിളിക്കാൻ ആർക്ക് കഴിയും എന്നാണ് ലബീദ് ഇബ്നു റബീഅയുടെ ചോദ്യം. അന്നത്തെ സഹാബത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ഭാഗം കൊണ്ടുപോയി ആ കവിതയുടെ മുന്നിൽ ഒട്ടിച്ചു വെച്ചു. ലബീദ് ഇബ്നു റബീഅ പിറ്റേന്ന് ചെന്നപ്പോ എന്റെ കവിതയെ കിടപിടിക്കാൻ പറ്റിയ ഏതോ ഒരു വാചകം ആരോ തൂക്കിയിട്ടിരിക്കുന്നു. അദ്ദേഹം അത് വായിച്ചു. വായിച്ച ഉടനെ അദ്ദേഹം കെട്ടിത്തൂക്കിയ കവിത അദ്ദേഹം വലിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ഈ വരികൾക്ക് സമാനമായ ഒരു കവിതയും ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. അന്ന് അവസാനം അദ്ദേഹം പാടിയ പാട്ടിതാണ്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അറിയുക, മനസ്സിലാക്കുക, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്.
ഏതൊരു അനുഗ്രഹമുണ്ടോ, കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകനെ വധിക്കാനായിട്ടാണ്, ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, പ്രവാചകനെ വധിക്കാനായിട്ടാണ് കഅബയിലേക്ക് ചെല്ലുന്നത്. നബി മഗ്രിബ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കി എന്താണ് നബി പാരായണം ചെയ്യുന്നത്. സൂറത്തു തൂറിലെ 35 മുതൽ 37 വരെയുള്ള ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒന്നാമത്തെ വരി അതാണ്. അതല്ല അവർ സൃഷ്ടിക്കപ്പെട്ടത് ശൂന്യതയിൽ നിന്നാണോ? നബി ഓതന ആയത്തിന്റെ അർത്ഥമാണ്. ജുബൈർ ബിൻ മുത്ഇം ഇത് കേട്ടുകൊണ്ടാ ചെന്നത്. അതല്ല അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശൂന്യതയിൽ നിന്നാണോ? അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല അവരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. അതല്ല ഈ ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും നക്ഷത്രാദിഗോളങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചതവരാണോ? അം ഇൻദഹും ഖസാഇനു റബ്ബിക. അതല്ല നിന്റെ റബ്ബിന്റെ, നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ അവരുടെ കൈകളിലുണ്ടോ? അം ഹുമുൽ മുസൈതിറൂൻ. ഈ 3 ആയത്ത് കേട്ട ജുബൈർ ബിൻ മുത്ഇം തൽക്ഷണം പ്രവാചകന്റെ നമസ്കാരം കഴിഞ്ഞ് കൂടെ ചെന്ന് പ്രവാചകന്റെ വീട്ടിൽ പ്രവേശിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി. സഹോദരന്മാരെ, അതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക ശക്തി കൊണ്ട്, ഖുർആനിന്റെ പാരായണം കൊണ്ട്, ഖുർആനിലെ വചനങ്ങൾ കൊണ്ട്, ഖുർആനിലെ ആയത്തുകൾ കൊണ്ടുണ്ടായതാണ്. ആ ഖുർആൻ പാരായണം ചെയ്യാനും ആ ഖുർആൻ പഠിക്കാനും നമ്മൾ തയ്യാറാവുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ല കാര്യങ്ങളിലും, ഈ പരിശുദ്ധ റമളാനിൽ വരാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് ഖിയാമു റമളാൻ, തഹജ്ജുദ്, എല്ലാ നല്ല കാര്യങ്ങളിലും, എല്ലാ ഇബാദത്തുകളിലും, എല്ലാ അമലുസാലിഹാത്തുകളും സജീവരാവുക. പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. പ്രവൃത്തിയില്ലാതെ സ്വർഗം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വെറും പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലേക്ക് കയറുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ പ്രവർത്തിക്കുക, ചിന്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.